നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. Praise the Lord. സങ്കീർത്തനം 57:3. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സേവർക്കാൻ വട്ടായിലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 57-ാമത്തെ സങ്കീർത്തനത്തിന് 3-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് അവിടുന്ന് നമ്മെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് ഈ സെഹിയോൻ വചന കൂടാരത്തോട് ചേർന്ന് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുത്തെ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ദൈവം അയച്ചു തന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ് വചനം ശ്രവിക്കാനും വചനം ഫലം പുറപ്പെടുവിക്കാനും നമ്മളെ സഹായിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് കർത്താവിനെ വിളിച്ച്, ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവാകുന്ന സഹായകനെ ഈ വചന ശുശ്രൂഷ സമയത്ത് ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. ഓ പിതാവായ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ ഒരു മനസ്സോടെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ കൂട്ടായ്മകളിൽ, വിവിധ കുടുംബങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ സഹായകനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഓ ദൈവമേ, വചനം ശ്രമിക്കുമ്പോഴുള്ള ഭാരം, വചനം ശ്രമിക്കുമ്പോൾ ഉറക്കം, ക്ഷീണം, മടുപ്പ്, അലസത, ശ്രദ്ധയില്ലായ്മ, ദുർദർശനങ്ങൾ എല്ലാം മാറ്റിക്കളയുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ജ്വലനം, ഒരു പുതിയ അഭിഷേകം ഈ നിമിഷങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവഭക്തനും ബലിയർപ്പണവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ നാളുകളിൽ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു വ്യക്തി ധ്യാനം കൂടാൻ വന്നത് ഞാൻ ഓർമ്മിക്കുകയാണ്. ആ വ്യക്തി ധ്യാനം കൂടാൻ വന്നപ്പോൾ 400-ഓളം പേർ ഒരുമിച്ചുള്ള താമസമുള്ള ധ്യാനം കൂടുമ്പോൾ ഈ വ്യക്തിയെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാനിടയായി. ആ ധ്യാനത്തിനുണ്ടായിരുന്ന എല്ലാവരും ഈ വ്യക്തിയെ ശ്രദ്ധിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ വലതു കൈ വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുകയാണ്. അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം ഇടത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഷേവ് ചെയ്യുമ്പോൾ അദ്ദേഹം ഇടത് കൈ കൊണ്ടാണ് ഷേവ് ചെയ്യുന്നത്. ആ കൈ ചലനമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ ധ്യാനങ്ങളുണ്ട് എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അങ്ങനെ അദ്ദേഹം ആ ധ്യാന ദിവസങ്ങളിൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ചെന്നു. ഒരു സഹോദരൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളും തൻ്റെ രോഗവും ബുദ്ധിമുട്ടുകളും എല്ലാം ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ കൗൺസിലർ ഈ ചെറുപ്പക്കാരനോട്, ഈ വലതു കൈ തറന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞ്, നിങ്ങൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് കാസയിലേക്കും പീലാസയിലേക്കും നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കയ്യെക്കുറിച്ചുള്ള ഹൃദയത്തിൻ്റെ ദുഃഖവും വേദനവും രോഗവും എല്ലാം അങ്ങ് സമർപ്പിക്കുക. ആ കാഴ്ച സമർപ്പണ സമയത്ത് ഈ കൈ നിവരും എന്ന് കർത്താവ് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കൗൺസിലറും ഇദ്ദേഹത്തിന് മാത്രം അറിയാവുന്നൊരു വിഷയമാണ്. വേറെ ആരും പറഞ്ഞിട്ടില്ല.
രാവിലെ കൗൺസിലിംഗ് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വിശുദ്ധ ബലി അർപ്പണം നടക്കുമ്പോൾ വിശുദ്ധ പ്രാർത്ഥനകളിൽ അയാൾ തീക്ഷ്ണതയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹൃദയം എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ വിശുദ്ധ കുർബാന നടുവിൽ കാസയിലും പിലാസയിലേക്ക് അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും അവസ്ഥകളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ തളർന്നു കിടന്ന കൈ അദ്ദേഹം അറിയാതെ തന്നെ നിവർന്ന് അങ്ങോട്ട് വന്ന് വിശുദ്ധ ബലി അർപ്പണം കഴിഞ്ഞ് ആ വ്യക്തി സ്റ്റേജിൽ കയറി, ഇതാ ഈ കുർബാന സമയത്ത് എൻ്റെ കൈ നിവർന്നു എന്ന് പറഞ്ഞ് സ്റ്റേജിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ കേട്ട് നിന്ന് എല്ലാവരും കണ്ണുനീർ വാർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും ഏറ്റവും അധികം പ്രകടമാകുന്ന ഒരു സ്ഥലമാണ് വിശുദ്ധ ബലിപീഠം, വിശുദ്ധ ബലി അർപ്പണം. എന്നാൽ ഇന്ന് അനേകം ദൈവമക്കൾ വ്യക്തിപരമായി കണ്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയുന്ന വലിയൊരു സങ്കടകരമായ കാര്യമുണ്ട്. അച്ഛാ, നന്നായിട്ട് കുർബാന അർപ്പിക്കാൻ പറ്റുന്നില്ല, നന്നായിട്ട് ബലി അർപ്പിക്കാൻ പറ്റുന്നില്ല, ഏകാഗ്രത കിട്ടുന്നില്ല, എപ്പോഴും മനസ്സ് പല വിചാരത്തിലേക്ക് പോവുകയാണ്, കുർബാനയ്ക്ക് സമയത്ത് എത്താൻ പറ്റുന്നില്ല, എന്താണെന്നറിയത്തില്ല, പ്രാർത്ഥന വഴി പ്രത്യേക യാന്ത്രികതയാണ്, ഉറക്കം വരുന്നത്, ഒരു താല്പര്യമില്ലായ്മ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ ദൈവത്തിന് അനുഗ്രഹം സ്വന്തമാക്കേണ്ട സമയത്ത് എന്തുകൊണ്ടാണ് ദൈവ പൈതലിന് ഇങ്ങനത്തെ ഒരു അവസ്ഥകൾ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ബലിയർപ്പണം തീയായി മാറാത്തത്? പലപ്പോഴും ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ നല്ല തീക്ഷ്ണതയോടെ ബലിയിൽ അർപ്പിച്ച് സംബന്ധിച്ച് പ്രാർത്ഥിച്ച് പിന്നെ പലപ്പോഴും പതുക്കെ ഒരു ശുഷ്കത എന്തുകൊണ്ടാണ് ജീവിതത്തിനെ ബാധിക്കുന്നത്? ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് ദൈവജനത്തിന് ബലിയർപ്പണം ഒരു അനുഭവമായി ചിലപ്പോഴെങ്കിലും മാറാത്തത്? ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് വെളിപ്പെടുത്തിയ ഒരു തിരുവചന ഭാഗമാണ് പ്രഭാഷകന്റെ പുസ്തകം 34-ാമത്തെ അധ്യായത്തിന്റെ 23-24 തിരുവചനങ്ങൾ. വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവഭക്തി കുറയും തോറും, ദൈവഭക്തി ശുഷ്കമായി വരും തോറും ആ ദൈവ പൈതലിന് പിന്നെ ബലിയർപ്പണം ഒരു അനുഭവമായി മാറില്ല. കാരണം കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു, ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല, അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ബലി എപ്പോഴാണ് നമുക്ക് അനുഭവമായിട്ട് മാറണത്? ഒരു വിശുദ്ധ ബലിയർപ്പണം എപ്പോഴാണ് അനുഭവമായിട്ട് മാറണത്? നമ്മൾ അർപ്പിക്കുന്ന ആ ബലിയിൽ, നമ്മുടെ ഹൃദയത്തിലുള്ള അർപ്പണത്തിൽ ദൈവം സംപ്രീതനാകുമ്പോഴാണ് ആ ബലി അനുഭവമായിട്ട് മാറണത്. കായനും ആബേലും കൂടെ ബലി അർപ്പിക്കാൻ പോയി. ആബേലിന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചു, ആബേലിന് അനുഭവമായി. കായന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല, കായലിന് അനുഭവമായില്ല. ദൈവം പ്രസാദിക്കുമ്പോഴാണ് അനുഭവം ഉണ്ടാവുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയാണ് ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അപ്പോൾ ഒരു ചോദ്യം വരും, എന്താണ് ഈ ദൈവഭക്തി? ആരാണ് ഈ ഭക്തൻ? ആരാണ് ഈ ഭക്ത? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാസ്തവത്തിൽ ഒരു ദൈവഭക്തൻ അല്ലെങ്കിൽ ദൈവഭക്ത, ഭക്തയായ സ്ത്രീ അല്ലെങ്കിൽ ഭക്തയായ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കാഴ്ചപ്പാട് എന്താ? ഇങ്ങനെ ദേവാലയത്തിൽ ചെല്ലുന്നു, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ കൈയൊക്കെ കൂപ്പിപ്പിടിച്ച് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഭക്തൻ, ഭക്ത എന്നൊരു കാഴ്ചപ്പാടുണ്ട്. ശരി തന്നെയാണ്, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. എന്നാൽ ബൈബിൾ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ദൈവഭക്തിയെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിഷൻ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നത് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനത്തിലാണ്. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പിതാവായ ദൈവത്തിന് മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്
എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി സംശയം വേണ്ട, ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ഇതാണ്. തുടർന്ന് വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിന്റെ കളങ്കമേശാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ എന്താണ് ദൈവഭക്തി എന്ന് പറഞ്ഞാൽ? അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുകയും ലോകത്തിൻ്റെ കളങ്കമേശാതെ വിശുദ്ധിയിൽ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ ബൈബിളിൽ വിളിക്കുന്ന പേരാണ് ദൈവഭക്തൻ. അങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് ബലിയർപ്പണം ഒരു അനുഭവമായിട്ട് മാറുക. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അനാഥരുടെ വിധവകളെ ഞെരുക്കങ്ങൾ അവരുടെ സഹായത്തിനെത്തുക എന്ന് പറഞ്ഞാൽ ഷോർട്ടാക്കി ഒറ്റ വാക്കിൽ എങ്ങനെ പറയാൻ പറ്റും? നീതി പ്രവർത്തിക്കുക. നീതി പ്രവർത്തിക്കുന്നവൻ, ലോകത്തിന്റെ കളങ്കമേശ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുന്നവനോ അവനാണ് സ്വയം വിശുദ്ധീകരിക്കുന്നവൻ. അപ്പോൾ ആരുടെ ബലിയിലാണ് ദൈവം പ്രസാദിക്കുന്നത്? നീതി പ്രവർത്തിക്കുകയും സ്വയം വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നവന്റെ ബലിയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നീതി പ്രവർത്തിക്കുകയും സ്വയം വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നവന്റെ ബലിയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിലെ നീതി എന്ന് പറയുന്നത് ലോകത്തിന്റെ നീതിയുമായിട്ട് വ്യത്യാസമുണ്ട്. എന്താണ് ബൈബിളിലെ നീതി എന്ന് പറയുന്നത്? ബൈബിളിലെ നീതി എന്ന് പറയുന്നത് ചെയ്യേണ്ട നന്മ ചെയ്യുന്നവനല്ല ബൈബിളിലെ നീതിമാൻ. കടമകളും ഉത്തരവാദിത്തങ്ങളും മാത്രം നിർവഹിക്കുന്നവനല്ല ബൈബിളിലെ നീതിമാൻ. അത് ലോകത്തിന്റെ നീതിയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ നീതി എന്ന് പറയുന്നത് ചെയ്യണ്ടാത്ത നന്മയും ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്നവനാണ് ബൈബിളിലെ നീതിമാൻ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മാത്രമല്ല, നമ്മുടെ ചുറ്റും ജീവിക്കുന്ന വ്യക്തികൾക്ക് ചെയ്യേണ്ട നന്മ മുഴുവൻ ചെയ്തിട്ട് കുർബാന അർപ്പിക്കാൻ പോയാലേ നമുക്ക് കുർബാന ഒരു അനുഭവമായിട്ട് മാറുകയുള്ളൂ. അല്ലെങ്കിൽ ബലിയർപ്പണത്തിന് ഒരു അനുഭവം ഉണ്ടാവില്ല. നല്ല വാക്കുകൾ പറഞ്ഞാൽ, ബലിയർപ്പണ ശേഷം ഒരു ബലിജീവിതം നയിക്കാത്ത വ്യക്തിക്ക് അടുത്ത ബലിയൊരു അനുഭവം ആവില്ല. എന്ന് പറഞ്ഞാൽ അനാഥരുടെ വിധവകളും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിന് എത്തുക എന്ന് പറയുമ്പോൾ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ചൊരു ബലിയുണ്ട്. നമുക്കുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ സമയം, നമ്മുടെ വസ്തുക്കൾ, നമ്മുടെ സമ്പത്ത്, നമുക്കുള്ളതെല്ലാം മറ്റൊരാൾക്ക് പങ്കുവെക്കണം, മുറിച്ചു കൊടുക്കണം. അതാണ് ബലി എന്ന് പറയുന്നത്. യേശുക്രിസ്തു അപ്പം എടുത്തിട്ട് ഇതെന്റെ ശരീരമാകുന്നു എന്നിട്ട് വാഴ്ത്തി മുറിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ തന്നെ തന്നെ മുറിച്ചു കൊടുത്തു. അതുകൊണ്ട് നമ്മുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് നമ്മളെ തന്നെ മുറിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത ബലിയർപ്പണം, അവിടുത്തെ വിശുദ്ധ ബലിയർപ്പണത്തിൽ അടുത്ത തീക്ഷ്ണത ഉണ്ടാവില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ബൈബിളിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള മറ്റൊരു തിരുവചന ഭാഗമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ദാവീദിലൂടെയാണ് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ തിരുവചനത്തിൽ 2 സാമുവേൽ ചാപ്റ്റർ 24 വേഴ്സ് 24 അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ദാവീദ് പറയാണ്, എനിക്ക് ഒരു ചെലവുമില്ലാത്ത ബലി എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല. എനിക്ക് ഒരു ചെലവുമില്ലാത്ത ദഹനബലി എൻ്റെ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല. എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പറഞ്ഞതാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു ജനസംഖ്യ എടുക്കാന്നൊരു പ്രവൃത്തി ചെയ്തു. വാസ്തവത്തിൽ ദൈവം കൊടുത്ത പ്രേരണ ആയിരുന്നില്ല അത് അവൻ്റെ മനസ്സിന് തോന്നിയതനുസരിച്ച് ചെയ്തതാണ്. ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസ്സിലായി ഇത് വലിയ പ്രശ്നമായി മാറും, ഇതിന് ദൈവം നമ്മളെ പിടികൂടുന്ന കാര്യം സംശയമില്ല. അപ്പോൾ തന്നെ ദാവീദ് ഒരു കാര്യം ചെയ്തു. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗാദ് എന്നൊരു പ്രവാചകൻ ദാവീദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ദാവീദേ, ഇതാ നീ ദൈവത്തോട് ആലോചന ചോദിക്കാതെ നിന്റെ സ്വന്തം തീരുമാനം അനുസരിച്ച് ചില പ്രവൃത്തി നീ ചെയ്തിട്ടുണ്ട്. ആ ജനസംഖ്യ എടുക്കുന്നവരും ദൈവം പറഞ്ഞിരുന്ന കാര്യമല്ല. അതുകൊണ്ട് ദൈവം ഇതാ ചില കാര്യങ്ങൾ നിന്റെ ജീവിതം അനുവദിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ ദാവീദിന്റെ ജീവിതത്തെ വരാൻ സാധ്യതയുള്ള ചില അനർത്ഥങ്ങളെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ ഗാദ് എന്ന് പറഞ്ഞ പ്രവാചകൻ കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദാവീദ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ദാവീദ് ഇതിനെല്ലാം പരിഹാരം ചെയ്ത് ദൈവത്തിന് ബലിയർപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ബലിയർപ്പിക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കി പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അരവിന എന്ന് പറയുന്ന വ്യക്തിയുടെ മെതിക്കളമാണ് ബലി അർപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലമെന്ന് മനസ്സിലായി. വിശാലമായ സ്ഥലമാണ്.
അങ്ങനെ ദാവീദ് ബലിയർപ്പിക്കാനുള്ള കാളകളെയും ആടുമാടുകളെയും ബലിയർപ്പണത്തിന് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും എടുത്തുകൊണ്ട് ഈ അരവനയുടെ ദേശത്തേക്ക് വീട്ടിലോട്ട് കറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ അരവന ദാവീദിൻ്റെ ഒരു പ്രജയാണ്. അപ്പോൾ അരവന ഒരു ദിവസം തലയുയർത്തി നോക്കിയപ്പോൾ കാണുന്നത് ഇതാ ദാവീദ് മഹാരാജാവ് എഴുന്നള്ളുന്നു. അരവന ദാവീദിനെ കണ്ട ഉടനെ ഓടിച്ചെന്ന് കാൽക്കൽ വീണ അടിയൻ എന്നൊക്കെ പറഞ്ഞ് ആദരവ് പ്രകടിപ്പിച്ച്, എന്നിട്ട് അരവന ദാവീദിനെ ചോദിക്കുന്നുണ്ട്, യജമാനനെ അടിയൻ അങ്ങയുടെ ആഗമന ഉദ്ദേശം എന്താണ്? അപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിന് ഒരു ബലിയർപ്പിക്കാൻ വരികയാണ്. ബലിയർപ്പിക്കാൻ പറ്റിയ സ്ഥലം നിന്റെ മെതിക്കളമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനിവിടെ ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണ്. ഒന്ന് അരവന പറഞ്ഞു, യജമാനനെ ഞാൻ അങ്ങയുടെ ദാസനല്ലേ, അങ്ങ് ബലിയർപ്പിക്കാൻ വേണ്ടി ഈ വസ്തുവകളും ആടുമാടുകളും കൊണ്ടുവരുന്നത് എന്തിനാണ്? എനിക്കുള്ളതെല്ലാം അങ്ങയുടേതല്ലേ, ഇതെടുത്ത് അങ്ങയ്ക്ക് ബലിയർപ്പിച്ചുകൂടെ? അപ്പോൾ ദാവീദ് അരവനോട് പറയുന്ന വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്, എനിക്ക് ഒരു ചെലവുമില്ലാത്ത ബലി എൻ്റെ ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയില്ല. എനിക്ക് ഒരു ചെലവുമില്ലാത്ത ബലി എൻ്റെ ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടവക ദേവാലയത്തിൽ കുർബാനയുണ്ട്, ഞായറാഴ്ച കുർബാനയുണ്ട്, മണിയടിക്കുമ്പോൾ കുർബാനയ്ക്ക് പോകുന്ന ചിന്തയിൽ കുർബാനയ്ക്ക് പോകാൻ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെലവോടുകൂടി ബലിയർപ്പിക്കണം എന്ന് പറഞ്ഞാൽ എനിക്കുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുന്നത് ചെലവുണ്ട്. എനിക്കുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ചെലവുണ്ട്. എൻ്റെ സമയം, എൻ്റെ സമ്പത്ത്, എനിക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ചെലവുണ്ട്. അല്ലാതെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദൈവം നമ്മളോട് നിറവേറണമെന്ന് നിശ്ചയിച്ചിരിക്കുന്ന നന്മകൾ നിറവേറ്റാതെ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ബലിയർപ്പണത്തിന് തീ ഉണ്ടാവില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 11 മുതൽ 20 കർത്താവ് വെളിപ്പെടുത്തുന്നത്, നിങ്ങൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിങ്ങൾ ബലികൾ ഞാൻ പ്രസാദിക്കുകയല്ല. കാരണം നിങ്ങൾ അനാഥരെ ഞെരുക്കുന്നു, വിധവകളെ ഞെരുക്കുന്നു, അവരുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നു, നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലുമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ബലി പ്രസാദിക്കുകയല്ല. അതാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞു വെച്ചത്. അനാഥവരുടെ വിധവകളെ സഹായിക്കുകയും സ്വയം വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ബലി അനുഭവമായിട്ട് മാറണത്. പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ വീണ്ടും 34-ാമത്തെ അധ്യായത്തിൻ്റെ 24-20 ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നത് പോലെയാണ്. അനാഥരുടെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവന് ബലിയൊരു അനുഭവമില്ലെന്നാണ് കർത്താവ് അദ്ദേഹത്തിനോട് വെളിപ്പെടുത്തുന്നത്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് അല്പമെങ്കിലും പാപത്തിന് കറ വെച്ചുകൊണ്ട് ബലിയർപ്പിച്ച ബലി അനുഭവമില്ല. നന്മ ചെയ്യാത്ത വ്യക്തി അടുത്ത ബലിയർപ്പണം ബലി അനുഭവം ആവില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാൻ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ സംഭവം കാണുന്നത്, അപ്പോസ്തലന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ കർത്താവ് തന്നെ മുറിച്ച് അവർക്ക് കൊടുക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? ബാക്കി 11 അപ്പോസ്തലന്മാരും വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, ഹൃദയം കൃപയാൽ നിറഞ്ഞപ്പോൾ, യൂദാസിന്റെ ഹൃദയത്തിൽ മാത്രം സാത്താൻ പ്രവേശിച്ചു. എന്താണ് കാരണം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ ഒറ്റിക്കൊടുക്കണമെന്ന ചിന്ത വെച്ചുകൊണ്ട് അവൻ ബലി പങ്കുചേർന്നപ്പോൾ, പാപം വെച്ചുകൊണ്ട് ബലി അർപ്പിച്ചപ്പോൾ അവന്റെ ബലി തന്നെ അവന്റെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നില്ലേ? ഇതാണ് 1 കൊരിന്ത്യർ 11:27-20 കർത്താവ് വെളിപ്പെടുത്തുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. ഇതേ കാര്യം തന്നെയാണ് യോഹന്നാൻ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തലന്മാരും യൂദാസും ഒരുമിച്ചിരുന്ന് കർത്താവിൻ്റെ ബലിയർപ്പണത്തിൽ പങ്കുചേർന്നപ്പോൾ ബാക്കി എല്ലാവരും ആ അപ്പക്കഷ്ണം സ്വീകരിച്ചപ്പോൾ കൃപയും നിറഞ്ഞെങ്കിൽ യൂദാസ് മാത്രം സാത്താനെ ബന്ധിതനായി തീർന്നില്ലേ? എന്താണ് കാരണം? കർത്താവിന് ഒറ്റിക്കൊടുക്കണമെന്ന ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ്, പാപത്തിന്റെ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൻ ബലിയർപ്പിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് ആമോസിന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നത്. നീതി ജലം പോലെ ഒഴുകട്ടെ, നന്മ പ്രവർത്തിക്കട്ടെ, എങ്കിലേ കർത്താവ് ബലിയർപ്പണം സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കുർബാന അനുഭവമാകുന്നില്ല, വിശുദ്ധ അർപ്പണം അനുഭവമാകുന്നില്ല, ഏകാഗ്രത കിട്ടുന്നില്ല, ശ്രദ്ധ കിട്ടുന്നില്ല, ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റണില്ല, ഒരു താല്പര്യമാകുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് എവിടെയാണ് പ്രശ്നം കിടക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നന്മകൾ മുഴുവൻ ചെയ്തിട്ട്
അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പാപം വന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കുമ്പസാരിച്ച് അതിനെക്കുറിച്ച് വിശുദ്ധീകരിച്ചിട്ട് ഒരുമിച്ച് വന്നെങ്കിൽ മാത്രം ബലിയർപ്പണം ഒരു തീക്ഷ്ണതയുള്ളതായി മാറുകയുള്ളൂ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മൾ ധ്യാനത്തിന് പോകുമ്പോൾ ഒരാഴ്ച ഒരു സ്ഥലത്ത് പോയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു 40 ദിവസം ധ്യാനത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആത്മീയ ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ ബലിയർപ്പണ അനുഭവമായി മാറുന്നത്? അന്നേ വരെയുള്ള പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് നന്നായിട്ടൊന്ന് കുമ്പസാരിച്ചിട്ട് ഇനി മുതൽ നന്മയുടെ ജീവിതം നയിക്കാമെന്ന് തീരുമാനം എടുത്തിട്ടാണ് ബലിയർപ്പിക്കുന്നത്. അപ്പോഴാണ് ബലിയർപ്പണ അനുഭവമായിട്ട് മാറുന്നത്. പറയാം ഹല്ലേലൂയ, ഉറക്കെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ ഈ ഒരു കൃപ നമ്മുടെ ജീവിതത്തിൽ ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നന്മയും ചെയ്യാനുള്ളൊരു തീക്ഷ്ണത കിട്ടണം. അങ്ങനെ നന്മ മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമുക്കുള്ളതും കംപ്ലീറ്റ് മറ്റുള്ളവർക്ക് വേണ്ടി പകുത്ത് കൊടുത്തിട്ട് അതിനിടയ്ക്ക് ഒരു കുഞ്ഞു പാപം വന്നാൽ അതിനെക്കുറിച്ച് അനുദപിച്ച് ബലി അർപ്പിക്കാൻ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയങ്ങളിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തങ്ങളായിരിക്കാൻ സാധിക്കുന്ന കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ബലിയർപ്പണത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ആവസിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. കരങ്ങളുയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഓ കർത്താവേ, അവിടുത്തെ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ബലിയർപ്പണത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. അനേകർക്ക് നന്മ ചെയ്യാനുള്ള ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഒരു കുഞ്ഞ് പാപത്തിൻ്റെ കറ പോലും കണ്ടെത്തി വിശുദ്ധീകരിക്കാൻ തക്കവിധം ഓ പശ്ചാത്താപത്തിൻ്റെ ആത്മാവിനെ, അനുതാപത്തിൻ്റെ അരൂപിയെ ഞങ്ങളുടെ മേൽ അയക്കണമേ. കരങ്ങൾ എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ മാറാനാത്ത. Come, Lord Jesus. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുലിഖിതം. അവിടുന്ന് തൻ്റെ പരിശുദ്ധ കരം എല്ലാ ജനതകളുടെ മേൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കാണും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ ലോകത്തിൻ്റെ നാനാ അതിർത്തികളിൽ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും ദേശങ്ങളിലും ഇരിക്കുന്നവർ ഇപ്പോൾ കർത്താവിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് പരിശുദ്ധ കരം എല്ലാ ജനതകളുടെ മേൽ ഉയർത്തി ആശീർവദിക്കുമെന്നുള്ള വചനപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി നമ്മുടെ ജീവിതത്തിന് ഓരോ മേഖലകളും സമർപ്പിക്കുക. രോഗമുള്ളവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. തടസ്സങ്ങളുള്ളപ്പോൾ യേശുവിനെ വിളിക്കട്ടെ. ബന്ധനത്തിലിരിക്കുന്നവർ ഇപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥനാ ജീവിതം കുറേ നാളുകളെ മങ്ങിക്കിടക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ രക്ഷാനാമത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ സമയത്ത് കർത്താവിൻ്റെ പരിശുദ്ധ കരത്തിൻ്റെ ആശീർവാദം നമ്മുടെ ജീവിതങ്ങൾ പണിയുന്ന സമയമാണല്ലോ. കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് അതിരം തുറന്ന് എല്ലാവരും കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഈ ആശീർവാദ സമയത്ത് അവിടുത്തെ പരിശുദ്ധ കരം രോഗികളുടെ മേൽ പതിയട്ടെ. അന്ധകാര സൈന്യങ്ങൾ വിട്ടുമാറി പോകട്ടെ. ഓ തടസ്സങ്ങളെ പിടിയിരിക്കുന്നവർ, രോഗത്തിന് പിടിയിരിക്കുന്നവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, നാളുകളെ സാത്താൻ ബന്ധിച്ചിരുന്ന കുടുംബങ്ങളും വംശങ്ങളും ദേശങ്ങളും ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ തടസ്സങ്ങൾ കേട്ട് വിട്ടുമാറി പോകട്ടെ. ഒരു അത്ഭുത വിടുതൽ ആത്മാവിനെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ മാറാനാത്ത. Come, Lord Jesus. അഞ്ചാറ് വർഷം മുമ്പാണ് ഞാൻ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോയത്. അപ്പം അന്ന് എനിക്കൊരു പ്രതിസന്ധി വന്നിട്ട് ഞാൻ വീട്ടിലൊന്ന് വീണിട്ട് എൻ്റെ മുട്ടിൻ്റെ ചിരട്ട അവിടുന്ന് മാറിപ്പോയിട്ട് തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയും. അങ്ങനെ റെസ്റ്റ് ഇരിക്കുമ്പോഴാണ് ബെൽറ്റ് ഇട്ടിട്ട് ഞാൻ ധ്യാനത്തിന് വന്നത്. ധ്യാനത്തിന് വന്ന് 3-ാമത്തെ ദിവസം കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ബ്രദർ ചോദിച്ചു എന്തിനാ അവിടെ ധ്യാനത്തിന് വന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടിൻ്റെ ചിരട്ട പറ്റി ഇനി കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് തെറ്റും, മുട്ടൊക്കെ ആകെ പോയി എന്ന് പറഞ്ഞു. മുട്ടുചേരട്ട തവിട് പൊടിയായി ആ അവസ്ഥയിലാണ് ഇന്ന് ഞാൻ വന്നിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു വൈഫിൻ്റെ കയ്യിൽ ബ്ലസ് ചെയ്ത എണ്ണ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ മുട്ട് പെരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു.
അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിയ വഴിക്ക് തന്നെ എനിക്ക് മുട്ടിന് ഗ്രിപ്പ് കിട്ടി. പിന്നെ ഇത്ര നാളായിട്ട് ഇതുവരെ പിന്നെ ഇത്രയും 6 വർഷമായിട്ട് പിന്നെ ഒരു കുഴപ്പമില്ല. ചിരട്ട തെറ്റിയിട്ടില്ല. ഹല്ലേലൂയ. വെഞ്ചിരിച്ച എണ്ണ ഭാര്യ ഭർത്താവിൻ്റെ ആ കാൽമുട്ടിൽ യേശുവിൻ്റെ നാമത്തിൽ അപ്ലൈ ചെയ്ത് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. തൽക്ഷണം ഈ സഹോദരൻ പിന്നെ എഴുന്നേറ്റ് അന്ന് തൊട്ട് ഒരു കുഴപ്പമില്ല. പിന്നെ അതിനെല്ലാം വെള്ളിയാഴ്ച വേദിയിൽ നിന്ന് ഒരു സന്ദേശം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദിവസവും ദിവ്യബലി കാണാനുള്ളൊരു കൃപ, ദിവസവും ദിവ്യബലി കാണാനുള്ള കൃപ കൊടുത്തിട്ടുണ്ട്. അത് ഇതുവരെ മുടങ്ങിയിട്ടില്ല. പിന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് 6 വർഷം ഇന്ന് വരെ ഒരു ദിവസം പോലും മുടങ്ങിയില്ല. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനുള്ള അനുഗ്രഹവും അതോടുകൂടി കർത്താവ് അങ്ങോട്ട് കൊടുത്ത്. അതല്ലേ വലിയ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി നന്നായിട്ട് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു.